എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ടെക്സ് വാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം വേറെ ഒന്നുമല്ല. എൻ്റെ വീഡിയോയിൽ കമൻസായി നിങ്ങളുടെ പല സംശയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഇന്നിവിടെ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. നിങ്ങളുടെ പലരുടെയും സംശയമായിരിക്കാം. അതുപോലെ തന്നെ പുതിയതായി യൂട്യൂബിലേക്ക് വരുന്നവർക്കും ഏറെ പ്രയോജനമുള്ള ചോദ്യങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. സോ സ്റ്റേ ട്യൂൺ വിത്ത് ദ വീഡിയോ ടിൽ ദ എൻഡ്. ആദ്യമായി തന്നെ ഞാൻ പിക്ക് ചെയ്തിരിക്കുന്ന ചോദ്യം വേറെയൊന്നുമല്ല, സ്മോളർ ചാനൽസിന് വേണ്ടിയുള്ളൊരു ചോദ്യമാണ്. സ്മോളർ ചാനൽ, അതായത് ചെറിയ ചാനലുകളാണ് ഞങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുന്നില്ല, ഞങ്ങൾ വീഡിയോയ്ക്ക് പ്രോപ്പറായിട്ട് ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം ഇട്ടിട്ടുണ്ട്, എന്നിട്ടും ഞങ്ങളുടെ വീഡിയോ റാങ്കിങ്ങിൽ എത്തുന്നില്ല, ഞങ്ങൾ പ്രോപ്പറായിട്ടാണ് ചെയ്തിട്ട്. ഇതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങളുടെ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടുന്നില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. എന്നാൽ ഇതിനുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം ഫോക്കസ് ഓൺ യുവർ കണ്ടന്റ് എന്നുള്ളതാണ്. ഫോക്കസ് ഓൺ യുവർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളൊരു കണ്ടന്റ് സെർച്ച് ചെയ്ത് ഒരു കാറ്റഗറിയിൽ ഒരു കണ്ടന്റ് സെർച്ച് ചെയ്തെടുക്കുമ്പോൾ അധികം ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ടോപ്പിക്കിനെ വെച്ച് വേണം നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട്. എല്ലാവരും ചെയ്തിട്ടുണ്ട് ഒരു ഫോണിൻ്റെ റിവ്യൂ, അതുകൊണ്ട് ഞാനും ആ ഫോണിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ബിഗിനർ ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ സെർച്ചിലേക്ക് പോകാനുള്ള ചാൻസസ് കുറവാണ്. കാരണം ഒരുപാട് വീഡിയോസ് ക്രിയേറ്റേഴ്സ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അവരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളുടെ ചാനലിനോ നിങ്ങളുടെ വീഡിയോയ്ക്കോ സാധിച്ചു എന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് ഞാനൊരു ഉദാഹരണം പറയാം. വിത്ത് പ്രൂഫാണ് ഞാൻ നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ സെർച്ച് ചെയ്യുന്നത് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ചാനലുകൾ വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ചാനലുണ്ട്, ഫോറിനേഴ്സിൻ്റെ ചാനലുണ്ട്, പല ചാനലുകളും സെർച്ചിൽ വരുന്നുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ എനിക്കൊരു വീഡിയോ ചെയ്യണം, എൻ്റെ വീഡിയോ എനിക്ക് ടോപ്പിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് സാധിക്കുമോ? ഇല്ല. നിങ്ങളുടെ നോട്ടത്തിൽ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ല. പക്ഷേ ഞാൻ എന്താ ചെയ്തതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ എനിക്ക് വീഡിയോ ചെയ്യണം. അപ്പോൾ ഞാൻ ആ കാറ്റഗറിയിൽ തന്നെ കൂടുതൽ ആരും ചെയ്തിട്ടില്ലാത്തൊരു സെക്ഷനെ കുറിച്ച് സെർച്ച് ചെയ്തു. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സ് ഇൻ മലയാളം എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. അധികം ആരുടെയും വീഡിയോ അവിടെ ഇല്ലായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടിപ്സ് ഇൻ മലയാളം എന്ന് പറഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. ഇത് ടോപ്പിലാണ് ഈ വീഡിയോ. ഇതിനുശേഷം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാറ്റഗറിയിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ വീഡിയോയ്ക്ക് കൂടുതൽ റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ തന്നെ വീണ്ടും ആ ടോപ്പിക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം. ആ ടോപ്പിക്കിൽ തന്നെ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ കൂടുതലായിട്ടും സെർച്ചിലേക്ക് പോകാനായിട്ടുള്ള ഒരു സഹായം യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. മറ്റുള്ള എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ വീഡിയോയെ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യുക. സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്ത ഒരു വീഡിയോ ക്കാണ് കൂടുതലായിട്ടും യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റിലേക്ക് എംബഡ് ചെയ്യുകയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രാഫിക്കിനെ കൊണ്ടുവരാനോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യൂട്യൂബിൽ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ സുഹൃത്തുക്കൾക്കായിട്ടുള്ള യൂട്യൂബിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, യൂട്യൂബിൽ ഒരുപാട് പുതിയ ക്രിയേറ്റേഴ്സ് വരുന്നു, നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്നു, നല്ല ഹൈ ക്വാളിറ്റി കണ്ടൻറ്റ്സ് ചെയ്യുന്നു, എന്നിട്ടും അവരുടെ വീഡിയോ സെർച്ചിലേക്ക് വരുന്നില്ല. വീണ്ടും പഴയ വ്യൂവേഴ്സിനും പഴയ ക്രിയേറ്റേഴ്സിനും മാത്രമാണ് വീഡിയോ പോകുന്നത്. അപ്പോൾ യൂട്യൂബിന് ഇതൊരു സീരിയസ് പ്രോബ്ലം തന്നെയാണ്. യൂട്യൂബ് തന്നെ അത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. യൂട്യൂബിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ അവർ വരുത്താൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ വീഡിയോ ചെയ്യുന്ന, നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് വീഡിയോ ചെയ്യുന്ന ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ ഏതാണെന്നും അവരുടെ ചാനൽ ഏതാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റം യൂട്യൂബ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം മുതൽ പുതിയതായി വരുന്ന ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നല്ല റെസ്പോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവരുടെ വീഡിയോസും യൂട്യൂബ് മറ്റുള്ളവരിലേക്ക് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ചോദ്യം എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ പല കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നിങ്ങളുടെ വീഡിയോ സെർച്ചിലേക്ക് പോകുന്നില്ല. നിങ്ങളുടെ ടോപ്പിക്കിൽ നിങ്ങൾ ചെറിയൊരു വ്യതിയാനം ചലിച്ചിട്ട് ഇതുപോലെ ചെയ്തു നോക്കൂ. നിങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും സെർച്ചിലേക്ക് വരും. അതിനുള്ള പ്രൂഫ് സഹിതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് ട്രൈ യുവർ ലെവൽ ബെസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 2018 എങ്ങനെ നമുക്ക് നല്ലൊരു ടാഗ്സ് ആൻഡ് മെറ്റാഡേറ്റ കറക്റ്റായിട്ട് എഴുതാൻ സാധിക്കും വീഡിയോ സെർച്ചിൽ വരാൻ വേണ്ടി? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ആദ്യം പറയട്ടെ. യൂട്യൂബ് ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ടൈറ്റിലാണ്, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് തംബ്നെയിലാണ്, തേർഡ് തിങ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷനാണ്, ഫോർത്ത് തിങ് എന്ന് പറയുന്നതാണ്
ടാഗ്സ്. അപ്പോൾ ടാഗ്സ് കൂടുതലായിട്ടും ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ മിസ്പെല്ലിംഗ് ആയിട്ടുള്ള ആരെങ്കിലും കീവേഡ്സിൽ സെർച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ടെക് സവാരി എന്നുള്ളതിന് പകരം ആരെങ്കിലും ടെക് സഫാരി എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ കീവേഡിൽ എനിക്ക് ടെക് സഫാരി എന്നും കൂടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ അവിടെ സെർച്ചിലേക്ക് വരാനായിട്ട് സാധിക്കും. അത് ടാഗിൽ, പക്ഷേ ഡിസ്ക്രിപ്ഷനിലും ടൈറ്റിലും അല്ല. അപ്പോൾ ഇതുപോലെ മിസ്പെല്ലിംഗ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമേ യൂട്യൂബ് കൂടുതലായിട്ടും നമ്മുടെ ടാഗ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. കൂടുതലായിട്ടും യൂട്യൂബ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വീഡിയോയുടെ ടൈറ്റിൽ, തംബ്നെയിൽ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ. ടൈറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അതിലേതെങ്കിലും ഒരു മാറ്റർ നമ്മുടെ വീഡിയോയുടെ തംബ്നെയിലുമുണ്ടോ, തംബ്നെയിലും ടൈറ്റിലുമുള്ള അതേ മാറ്ററിൽ എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. ഇതനുസരിച്ചാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സെർച്ച് റാങ്കിങ് കിട്ടുക, വീഡിയോ സെർച്ചിലേക്ക് പോവുക. സോ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, ടാഗിലായിരിക്കത്തില്ല നമ്മുടെ കൂടുതലും കോൺസെൻട്രേഷൻ, ടൈറ്റിൽ, തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ, ദെൻ ടാഗ്സ്. നെക്സ്റ്റ് ചോദ്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണോ നല്ലത്, അതോ വീക്കിലി 3 വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മതിയോ, അതോ എന്തെങ്കിലും കാറ്റഗറി അനുസരിച്ച് വീഡിയോ ചെയ്യണോ? എന്നും വീഡിയോ ചെയ്താൽ മതിയോ, അതോ ആഴ്ചയിൽ 3 വീഡിയോ? ഇതിനുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഓഡിയൻസ് ആണ്. നമ്മളുടെ ഓഡിയൻസ് എന്താണോ ഇഷ്ടപ്പെടുന്നത്, എപ്പോൾ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതാണോ ഇഷ്ടപ്പെടുന്നത്, നമ്മളുടെ വീഡിയോസ് എല്ലാം അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. പിന്നെ കൂടുതലായിട്ടും എനിക്കൊരു സജഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോ ക്രിയേറ്റ് ചെയ്തോളൂ. നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാമെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഒരിക്കലും നിങ്ങളുടെ ഓഡിയൻസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതായത് അൺനെസസറി ആയിട്ടുള്ള വീഡിയോസ്, എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഇൻഫർമേഷനും ഇല്ലാത്ത വീഡിയോസ് നിങ്ങൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യരുത്. അത് നിങ്ങളുടെ ഓഡിയൻസിനെ പതിയെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ എല്ലാ ദിവസവും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റൊരു ദോഷം കൂടെ നിങ്ങൾക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി. വീഡിയോയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു കാരണവശാലും എല്ലാ ദിവസവും വീഡിയോ ചെയ്യുമ്പോൾ കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവരുത്. വീഡിയോയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ വേണം നിങ്ങൾ വീഡിയോയുടെ ക്വാണ്ടിറ്റിയും കൂട്ടാൻ. ഒരാഴ്ചയിൽ 5 വീഡിയോ ചെയ്യാമെന്നുണ്ടെങ്കിൽ 5 വീഡിയോയും ഒരേ ക്വാളിറ്റിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളതായിരുന്നു ഈ ചോദ്യം. ആ ചോദ്യത്തിനൊരു ഉത്തരം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അടുത്ത 2 ആഴ്ചയിൽ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് 2 വീക്സ്, അത് കഴിഞ്ഞിട്ട് ഒരു 2 വീക്സിൽ നിങ്ങൾ ആഴ്ചയിൽ 3 വീഡിയോ വീതം മാത്രം അപ്ലോഡ് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അനാലിറ്റിക്സിൽ പോയിട്ട്, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അനാലിറ്റിക്സിൽ പോയിട്ട് ഏത് സമയത്തായിരുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടും റെസ്പോൺസ് കിട്ടിയിരുന്നത്, ലൈക്സ് ഏറ്റവും കൂടുതൽ കിട്ടിയത് എപ്പോഴാണ്, ഷെയർസ് എപ്പോഴും കിട്ടിയത് എപ്പോഴാണ്, അതുപോലെ തന്നെ വ്യൂസ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയത് എപ്പോഴാണ്, നിങ്ങളുടെ അനാലിറ്റിക്സിൽ പോയിട്ട് ഇതിന് ശേഷം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും എങ്ങനെയാണ് വീഡിയോ ചെയ്യേണ്ടത്. ആഴ്ചയിൽ ചെയ്യണോ അതോ ആഴ്ചയിൽ 3 എണ്ണം ചെയ്താൽ മതിയോ, ദിവസവും ചെയ്യണോ എന്നുള്ള കാര്യം. അടുത്ത ചോദ്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 10 മിനിറ്റിൽ കൂടുതൽ വീഡിയോസ് വേണമെന്ന് നിർബന്ധമുണ്ടോ? പലരും പറയുന്നു യൂട്യൂബിൽ ചെറിയ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. നല്ലൊരു ചോദ്യമാണിത്. 10 മിനിറ്റിൽ കൂടുതൽ വീഡിയോസ് വേണോ, വാച്ച് ടൈം കൂടുതൽ കിട്ടാനായിട്ട് എന്നുള്ള പല സംശയങ്ങളുണ്ട്. പലരും പറയുന്നുണ്ട് ഇച്ചിരി കൂടെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇടുക, അപ്പോൾ വാച്ച് ടൈം കൂടുതൽ കിട്ടും എന്നുള്ളത്. ഇല്ലെങ്കിൽ യൂട്യൂബ് സപ്പോർട്ട് ചെയ്യില്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1 മിനിറ്റിൽ താഴെയുള്ള ഒരുപാട് വീഡിയോകൾ ഇന്ന് യൂട്യൂബിലുണ്ട്. ഈ വീഡിയോസൊക്കെ ഇന്ന് സെർച്ചിൽ പോയിട്ടുമുണ്ട്, അതിനൊക്കെ മില്യൺസ് ഓഫ് വ്യൂസുമുണ്ട്. ആരുടെയും വീഡിയോ 10 മിനിറ്റിൽ താഴെയല്ലായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് 10 മിനിറ്റിൽ താഴെ വീഡിയോ ചെയ്തുകൂടാ എന്നുള്ളതാണ്. നമ്മളുടെ വീഡിയോയുടെ ലെങ്തിന് പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മളുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ ആളുകൾ വന്നിരിക്കുന്ന വ്യൂവേഴ്സ് കൂടുതൽ സമയവും ആ വീഡിയോ ഫുൾ ടൈം ആയിട്ടിരുന്ന് കാണുന്നുണ്ടോ, അതിന് നല്ല ലൈക്സ് കിട്ടുന്നുണ്ടോ, നല്ല കമൻറ്റ്സ് കിട്ടുന്നുണ്ടോ, ഒരുപാട് ഷെയർസ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം യൂട്യൂബ് നോക്കും. അതിനുശേഷം ആ വീഡിയോ നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ആണെങ്കിൽ പോലും യൂട്യൂബ് അത് സജസ്റ്റഡിലേക്ക് പോവുകയും റെക്കമെൻഡഡിലേക്ക് നമ്മുടെ വീഡിയോസ് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ അതിൻ്റെ വൈറാലിറ്റി, അതായത് ഈ വീഡിയോ വൈറലാകാനുള്ള ചാൻസസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയാണ് യൂട്യൂബ് ആ വീഡിയോ സെർച്ചിലേക്ക് കൊണ്ടുപോകുന്നത്. 10 മിനിറ്റിലുള്ളൊരു വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും അതിനൊരു ലൈക്ക് പോലും അല്ലെങ്കിൽ ഒരു കമൻറ്റോ ഷെയറോ പോലും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ആ വീഡിയോ യൂട്യൂബ് സെർച്ചിലേക്ക് കൊണ്ടുപോകണമെന്നില്ല. അതുകൊണ്ട് കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റി അതുപോലെ തന്നെ അത് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളതനുസരിച്ചിരിക്കും വീഡിയോ സെർച്ചിലേക്ക് പോകുന്നത്. എല്ലാ സുഹൃത്തുക്കളോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 1 സബ്സ്ക്രൈബർ മുതൽ 1000 സബ്സ്ക്രൈബർ വരെ
എത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സിൽ നിന്നും 10000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. 10000 സബ്സ്ക്രൈബറിൽ നിന്നും 1,00,000 സബ്സ്ക്രൈബറിലേക്ക് ജൈത്രയാത്ര തുടങ്ങുന്ന വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും അവർക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് എന്നാൽ കഴിയുന്നതും എന്നാൽ റെഫർ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത്. സോ ഈ ഒരു ചാനലിനകത്തൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന സംശയങ്ങൾ, നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീക്ക് നമുക്ക് ഇതുപോലെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കിതിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കാം. അതിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ നമുക്കൊരു വീഡിയോ ചെയ്ത് നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ വിത്ത് ടെക് സവാരി. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. സുബിൻ.